ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങയിലെ കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ആയിട്ടോ. അപ്പോൾ മുരിങ്ങയില നമ്മൾ പൊതുവെ പറയാറുണ്ട് കർക്കിടക മാസത്തിൽ കഴിക്കാൻ പാടില്ല എന്ന്. പക്ഷെ പഴയ ആളുകളൊക്കെ വെച്ച് കഴിച്ചിരുന്നുണ്ട്. ഇപ്പോഴാണ് നമ്മൾ കർക്കിടക മാസം മുരിങ്ങ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. കർക്കിടക മാസം പൊതുവെ പഞ്ഞമാസം എന്നാണ് പറയാറ്. മഴ കാരണം ആർക്കും പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയും പറമ്പിൽ കിട്ടുന്നത് വെച്ച് നമ്മൾ ഇലക്കറികളാണല്ലോ പണ്ട് ഇപ്പോഴും ഇലക്കറികളൊക്കെ കഴിക്കുമല്ലോ. എന്നാൽ ഇന്ന് നമ്മുടെ മുരിങ്ങയില മാത്രം ഒഴിവാക്കപ്പെടുന്നു. ഈ സമയത്ത് മുരിങ്ങയിലേക്ക് ധാരാളം കയ്പ്പായിരിക്കും കേട്ടോ. മുരിങ്ങയില കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. വയറിന് പല അസുഖങ്ങളും വന്നേക്കാം. ഈ ഇലയിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ കർക്കിടക മാസത്തിലും ആരും മുരിങ്ങയില കഴിക്കുന്നില്ല. ബാക്കി എല്ലാ മാസത്തിലും ധാരാളമായിട്ട് കുട്ടികൾക്കും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. മുരിങ്ങയില ധാരാളമായിട്ട് വൈറ്റമിനും മിനറലും കൂടുതൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. കർക്കിടക മാസത്തിൽ എന്തുകൊണ്ട് മുരിങ്ങയിലയോട് നമ്മൾ വേണ്ട പറയുന്നു? ഈ മാസത്തിലാണ് ആളുകൾ ധാരാളം പച്ചിലകൾ പറയുന്നത് 10 ഇലകൾ കൊണ്ട് കറി വയ്ക്കുന്നത് കേട്ടോ. അപ്പം മുരിങ്ങയില മാത്രം അത് ഒഴിവാക്കണം. അപ്പോൾ എന്താണ് ആളുകൾ മുരിങ്ങയില കഴിക്കാത്തത്? അതിന് കാരണമായിട്ട് പറയുന്നത് മഴക്കാലത്ത് അന്തരീക്ഷത്തിലെ വിഷം മുരിങ്ങയില വലിച്ചെടുക്കുന്നു എന്നാണ് പറയുന്നത്. അതിനാൽ അത് നമ്മൾ കഴിക്കുമ്പോൾ ആ വിഷം നമ്മുടെ ശരീരത്തിലെത്തുന്നു. ഇതുമാത്രമല്ല, പൊതുവെ മുരിങ്ങയിലയ്ക്ക് ഈ സമയത്ത് ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ ഇത് പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ.